ഹായ്. ഹായ്. ഇതല്ലേ നീ പറഞ്ഞ രാജീവ് ബാംഗ്ലൂർ പാർട്ടി? വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. വൗ സൂപ്പർ. കോല നിന്റെ വന്നില്ലേ? തന്നതവനാണെങ്കിലും കാശ് കൊടുത്ത് ഞാനാ. വാ ഫോട്ടോ എടുക്കാം. ഹായ് കല്യാണി. ഇത് ആ കുട്ടിയല്ലേ? ശരിയാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ കുട്ടിയുടെ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫ്ലവർ മേടിച്ചത്. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ അത് ശരി. എത്ര മനോഹരായിട്ട് അവളെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഷീസ് ബ്ലൈൻഡ്. ഇത് പിടിച്ചേ. ശ്രുതി വാ. കല്യാണി സുഖല്ലേ? എവിടെ? താങ്ക് യു. സെയിം ഗിഫ്റ്റ് ആണല്ലോ. എന്താണ്? സെയിം ഡിസൈനിൽ ഒരാൾ നിന്റെ കടയിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയില്ലേ? അതിന്റെ കസിനാ. ഓ യെസ്. ആ നിനക്കായിരുന്നല്ലേ ഗിഫ്റ്റ്? അതെ. ആളിവിടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി? പെർഫ്യൂം. വാ ഫോട്ടോ എടുക്കാം. ഓക്കെ ഓക്കെ ബൈ. ശരിയാണ്. മീനാക്ഷി ഹായ് കല്യാണി. ഹായ്. ഞാൻ രാജീവ്. മനസ്സിലായി. സേതുവേട്ടൻ്റെ സിസ്റ്റർ ആണല്ലേ? ഏട്ടനെ അറിയോ? പിന്നെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാത്തെ പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള എൻ നീളിപ്പെണ്ണോട് ഈ നീലക്കണ്ണുള്ള എൻ നീളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. ചേച്ചി ആ പാട്ട് പാടിയ ആള് ചേച്ചിനെ പോലെയാ, കണ്ണ് കാണില്ല. മണി ആ പെൺകുട്ടി നമ്മുടെ മുന്നിലുണ്ടല്ലേ? ഏത്? മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ഈശ്വരൻ ഞങ്ങൾക്ക് തന്നൊരു കഴിവാ. മണി നമുക്ക് ഇവിടുന്ന് മാറിയിരുന്നാലോ? നമ്മളെന്തിനാ മാറണത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ വെറുതെ ഇരിക്കണല്ലേ? ആ തെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്ത്? എടാ അവളുടെ ചെയിൻ നിന്റെ കയ്യിലല്ലേ? ചേച്ചി ആ പാട്ടുകാരൻ ചേച്ചിയുടെ പിറകിലുണ്ട്, പരിചയപ്പെടണോ? വേണ്ട, നമുക്ക് പോവാം. ആ അവള് പോവല്ലേ? നോക്കുമ്പോ മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ്. മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു പേറുന്നു രാവ്. ആ നിർത്ത് മതി 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 മതി. ഇനി ഇത് കുടിച്ചിട്ട് മതി റിഹേഴ്സൽ. ഇന്ന് ദേവന് ഇതെനിക്ക് കേറ്റിക്കോടാ. ഇതൊക്കെ കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്റെ പൊന്നോ വേണ്ട. ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സാധനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും? അത് പറ്റില്ല. ഒന്നുമില്ല, ഒരു മുൻകരുതല്. നീയൊക്കെ ചായ സോഡയും കുടിക്കാൻ പോയിട്ടെ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. പോടാ ദേവ കണ്ടിന്യൂ. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിലത് പറഞ്ഞാടി. അല്ലിപ്പൂതാരം കാറ്റിലഞ്ഞു ആമ്പലം നലിഞ്ഞാടുമ്പോൾ തൂളിപ്പോയി പൊന്നുമണി, ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടി ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ജയന്തി ജനതി എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താളം. ദൈവമേ, ദേവന്റെ ബോധം പോയാ?
മണിയെ, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യം? നമ്മളെ സുലൈമാൻകാരുടെ ടയർ വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടുകൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. നീ പറയണ സത്യമാണോ? ആന്നേ. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരുമോ? ഈ ഹിന്ദി അറിയാൻ പറ്റില്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീയെ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചുവിടും. നിന്നിരിക്കും, ഉറപ്പാണ്. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. ഹലോ, കല്യാണി ഉണ്ടോ? ഓക്കെ. യെസ്, അതെ. ആരാ? ഹായ് കല്യാണി, ഞാൻ രാജീവാണ്. രാജീവ്? മനസ്സിലായില്ലേ? ശ്രുതിയുടെ കസിൻ. ഓ സോറി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നേരിട്ടൊന്ന് കാണണം. ഓക്കെ, ഞാൻ ഷോപ്പിലുണ്ടല്ലോ. ഷോപ്പിൽ വെച്ച് വേണ്ട, വീട്ടിൽ പോണ വഴി ബീച്ചിൽ വെച്ചൊരു 10 മിനിറ്റ്. എന്താ രാജീവ്, കാര്യം പറഞ്ഞോളൂ. നേരിട്ട് പറയാം. ഓക്കെ. ഗുഡ് ഈവനിങ് കല്യാണി. ഗുഡ് ഈവനിങ്. ഷാർപ്പ് ടൈമാണല്ലോ. ചേച്ചിയല്ലല്ലോ അങ്ങനെയാ, പങ്ക്ച്വാലിറ്റി പക്കയാ. ഓ വെരി ഗുഡ്. ചേച്ചി വിളിച്ചാ മതി, ഞാൻ കാറിലുണ്ടാവും. എന്താ പറയാനുള്ളത് രാജീവ്? എനിക്ക് കല്യാണിയെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കല്യാണി ഒന്നും പറഞ്ഞില്ല. എന്നെ പോലെ കുറവുകളുള്ള ഒരു കുട്ടിയെ രാജുവിന്റെ പാരന്റ്സ് സ്വീകരിക്കോ? അത് എനിക്ക് വിട്ടേക്ക്. എനിക്ക് ആദ്യം വേണ്ടത് കല്യാണിയുടെ സമ്മതം. ചിറ്റേരെ ചെക്കനെ ഞാൻ കണ്ടുട്ടാ. ആഹാ, എങ്ങനെയുണ്ട് കാണാൻ? ഇപ്പൊ എത്ര അറിഞ്ഞാ മതി. രാജീവിന്റെ ബാംഗ്ലൂർ ബിസിനസ് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ? അല്ല, അവിടെ ഭംഗിയായിട്ട് പോകുന്നത്. നാട്ടിലേക്ക് മാറ്റിയാ ചിലപ്പോ. ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എല്ലാവർക്കും കല്യാണിനെ പിരിയാൻ വിഷമാണെന്നറിയാം. ബാംഗ്ലൂര് എല്ലാ മാസവും 10-15 ദിവസം ഞാൻ ഉണ്ടാവാറുള്ളൂ. ആ സമയത്ത് കല്യാണി ഇവിടെ നിന്നോട്ടെ. അത് നന്നായി. കല്യാണിക്ക് കൂട്ടിന് എപ്പോഴും ഒരാൾ വേണം. ഇവിടെ ആവുമ്പോ മീനാക്ഷി ഉണ്ടാവും. രാജീവ് പറഞ്ഞ പോലെ ഇവൻ ബാംഗ്ലൂർ പോകുമ്പോ കല്യാണി ഇവിടെ തന്നെ നിന്നോട്ടെ. അധികം ദൂരമൊന്നും ഇല്ലല്ലോ. കാണണമെന്ന് തോന്നുമ്പോഴേ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കാണാലോ. ആ എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാല്ലേ? പിന്നെന്താ ലക്ഷ്മി, അമ്മയോടും കല്യാണോടും വന്നോളാൻ പറയൂ. ഇതാ മോള് ചേച്ചി, രാജുവേട്ടൻ്റെ അമ്മ.
പരിപാവനമീലാളനമറിയാ എടാ കടയുടെ വാതിക്കലിക്കട തെണ്ടി നമ്മളോട് എന്താ ചോദിക്കാൻ പോണെന്നറിയാമോ? ഇന്ന് പരിപാടിയൊന്നും ഇല്ലേന്ന്. എടാ ഇങ്ങനെ ആയാലും എങ്ങനെ പറ്റു കുറേ മധു ഇരുന്ന് കുടിക്കടാ. ഇരുന്നോളാം. ആഹാ ദേവ പരിപാടിയൊന്നുമില്ലേ? 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ദേവ എത്ര നാളാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്? അബുക്ക 3 പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. ശരി. നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ അല്ലേ അബൂക്ക? അല്ലടാ അകട്ടിന്ന് ഞാൻ കറന്ന് തരാം. എന്റെ അബൂക്ക നിങ്ങള് വെള്ളം തന്നപ്പോലെ പാലിന്റെ രുചിയാണ്. അത് ഗ്ലാസ് കഴിഞ്ഞിട്ടല്ലേ? ദേവാ നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. ആ ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. അതിനെന്താ അബുക്ക, ഇക്കാക്ക് വേണ്ടി 2 വരെ ഞാൻ ഇപ്പൊ പാടും. ആണോ? എന്നാ എങ്കിൽ 2 വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു. നിങ്ങൾ തകർക്കേ. ദേവാ നീ വെച്ചു പിടിച്ചോടാ. അതെ പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ? എന്നാ ചെല്ലി പൊക്കോ. മണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശക്കണ്ട. അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ. കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ. പോയാക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. ആ നീ കിന്നാനം പറഞ്ഞ് നിക്കണേ. മാവ് ഒഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഇപ്പൊ ആരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. വേണ്ട, ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ഇത് മണിക്ക്. അല്ലിതാ നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാലുണ്ടല്ലോ ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. ദേവാ എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണം. എനിക്ക് വേണ്ടെന്നേ. പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതുവരെ